അപ്പം എന്ന് പറയാൻ പോകുന്ന അറേയും സ്ട്രിങ്സിനെ കുറിച്ച്. അറേ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. ഇപ്പം മുമ്പേ നമ്മൾ ഇൻറ്റും ഫ്ലോട്ടൊക്കെ പഠിച്ചല്ലോ, അതുപോലെ തന്നെ അറേയും ഒരു വേരിയബിൾ ആണ്. പക്ഷെ അതിന് മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് സെയിം ഡാറ്റ ടൈപ്പിലെ മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു വേരിയബിളിൽ നമുക്ക് ഈ ഒരു ഇന്റ് എന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ ഒരു ഇൻറ്റീജർ വാല്യൂ അല്ലേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ അറേ ഉപയോഗിച്ച് അതേ ഒരു സെയിം വേരിയബിളിൽ നമുക്ക് എത്ര ഇൻറ്റീജർ വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ഇവിടെ എക്സാമ്പിൾ കാണിച്ചേക്കുന്നത്. ഇന്റ് ഡാറ്റ ഈക്വൽ ടു ഇന്റ് ഡാറ്റ ഓഫ് 100 എന്ന് പറയുമ്പം ഈ ഡാറ്റ എന്ന് പറയുന്നത് ഒരു അറേ വേരിയബിൾ ആണ്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് 100 ഇൻറ്റീജർ വാല്യൂസ് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പം അതിന്റെ മെമ്മറി അലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിങ്ങനെ ഇരിക്കുന്നത് നമുക്കത് ആക്സസ് ചെയ്യാൻ വേണ്ടി അതിപ്പം സ്റ്റോർ ചെയ്യുന്ന ഇങ്ങനെ ഇവിടെ ആദ്യത്തെ ഇതാണ് ഡാറ്റ വേരിയബിൾ. ആദ്യത്തെ വേരിയബിൾ ആദ്യത്തെ എലമെന്റ്, രണ്ടാമത്തെ എലമെന്റ്, മൂന്നാമത്തെ, അങ്ങനെ പോയിട്ട് 100 വരെ എത്തും. ഇനി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? അറേ ഡിക്ലെയർ ചെയ്യുന്നത് ആദ്യം ഡാറ്റ ടൈപ്പ് കൊടുക്കും. ഇപ്പൊ ഇന്റ് ആകാം, ഫ്ലോട്ട് ആകാം, ഏത് ഡാറ്റ ടൈപ്പ് ഉള്ളതാകാം. പിന്നെ അറേയുടെ ഒരു പേര്, അറേയുടെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇടാം. പിന്നെ അതിന്റെ സൈസ്, സ്ക്വയർ ബ്രാക്കറ്റ്സിന്റെ അകത്ത് അതിന്റെ സൈസ് എന്നുവെച്ചാൽ നിങ്ങൾക്ക് ആ വേരിയബിളിനകത്ത് എത്ര വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. അത് എക്സാമ്പിൾ ഫ്ലോട്ട് മാർക്ക് ഓഫ് 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മാർക്ക് 5 മാർക്ക്, 5 ഫ്ലോട്ട് വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാം ഈ മാർക്കിന്റെ അകത്ത്. ഇനിഷ്യലൈസ് ചെയ്യുന്ന ഇത് നോക്കണ്ട കേട്ടോ, ഇത് നോക്കണ്ട. ഇനിഷ്യലൈസ് ചെയ്യുന്ന അറേ ഇനിഷ്യലൈസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇത് മുമ്പേ കണ്ടത് ഡിക്ലറേഷൻ ആണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് വാല്യൂ കയറ്റുന്നത് അതിനൊത്തിരി രീതികളുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഇത് ഇന്റ് മാർക്ക് ഓഫ് 5 ഇത് ചെയ്തിട്ട് കേളി ബ്രേസിനകത്ത് അപ്പം തന്നെ ഡിക്ലെയർ ചെയ്യാം. എന്നുവെച്ചാൽ ഇപ്പം ഇതിൻ്റെ അകത്ത് 5 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, 19, 10, 8, 17, 9. അപ്പം 5 വാല്യൂസ് ഇതിൻ്റെ അകത്തേക്ക് കയറി. അതിവിടെ നിങ്ങൾ സൈസ് കൊടുത്തല്ലോ. ഇത് സൈസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് കമ്പൈലർ തന്നെത്താൻ കണ്ടുപിടിച്ചോളും സൈസ്. ഇതിപ്പം കമ്പൈലറിന് മനസ്സിലാവില്ല, ഈ കോമ സെപ്പറേറ്റഡ് ആയതുകൊണ്ട് ഈ 5 വാല്യൂസ് ഉണ്ടെന്ന് കമ്പൈലറിന് മനസ്സിലാവും. അപ്പൊ കമ്പൈലർ തന്നെത്താൻ 5 അസൈൻ ചെയ്തോളും. അങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഈ ഇനിഷ്യലൈസ് ചെയ്യുന്ന രീതിയുണ്ട്. ഇപ്പം ഒരു വേരിയബിൾ മാത്രം ഇത് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് 19 മാത്രമേ ഇപ്പം ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാനുള്ളൂ, ബാക്കിയെല്ലാം പിന്നെ സ്റ്റോർ ചെയ്യാം എന്ന് പറയുമെങ്കിൽ മാർക്ക് പിന്നെ സ്ക്വയർ ബ്രാക്കറ്റിൽ 0 എഴുതിയിട്ട് ഇത് ചെയ്യാം. വെച്ചാൽ ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്തിരിക്കുന്നത് ഇൻഡീസ് എന്ന് പറയും, അതാണ് പൊസിഷൻ. അപ്പം അറേ തുടങ്ങുന്നത് 0 വെച്ചാണ്, 1 വെച്ചല്ല. അപ്പം അറേയുടെ ഫസ്റ്റ് എലമെന്റിൽ 0, പിന്നെ 1, പിന്നെ 2, അങ്ങനെ ആവുന്നത്. ഇപ്പം ഒരു 5 സൈസ് ഉള്ള അറേ ആണെങ്കിൽ അതിന്റെ ലാസ്റ്റ് എലമെന്റ് 4 ആയിരിക്കും, 5 അല്ല. അപ്പം 0 തൊട്ട് 4 വരെ. അപ്പം ടോട്ടൽ എലമെന്റ്സ് 5 ഉണ്ട്, പക്ഷെ തുടങ്ങുന്നത് 0 വെച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഒരു എലമെന്റ് ആക്സസ് ചെയ്യണമെങ്കിൽ ലൈക്ക് ഇപ്പം ഇതിന്റെ അകത്ത് ഇത് ചെയ്തതിന് ശേഷം 10 ആക്സസ് ചെയ്യണമെങ്കിൽ മാർക്ക് പിന്നെ സ്ക്വയർ ബ്രാക്കറ്റിൽ 1 അടിക്കണം. ഇത് സെക്കൻഡ് എലമെന്റാ, അപ്പം 1 അടിക്കണം, കാരണം 0 കൂടെ കൂട്ടിയിട്ട് 0 ആണ് ഫസ്റ്റ് എലമെന്റ്, പിന്നെ 1, 2. ഞാനപ്പം അതിന്റെ ഇത് കാണിക്കാം, പ്രോഗ്രാം കാണിക്കാം. ഇതാണ് ഒരു പ്രോഗ്രാം. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വാല്യൂസ് എന്ന് പറഞ്ഞൊരു അറേ ഡിക്ലെയർ ചെയ്തു. അതിന്റെ 5 സൈസ് ഉള്ള ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനി അത് നമുക്ക് യൂസറിനോട് ചോദിച്ച് എടുക്കാം. അതിനാണ് എൻ്റർ 5 വാല്യൂസ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫോർ ലൂപ്പ്, കാരണം നമുക്ക് പിന്നെയും ഒരു 5 തവണയും ഈ സ്കാനർ പഠിക്കേണ്ട ആവശ്യമില്ല, ഒരു തവണ സ്കാനർ പഠിച്ചാൽ മതി. അപ്പോഴത്തേക്കും ഫോർ ഇൻറ്റ് i equal to 0, i less than 5, ഇത് i++, ++ i എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പം
ഇങ്ങനെ ചെയ്യാം. അപ്പോഴത്തേക്കും ഇത് യൂസറിനോട് 5 വാല്യൂസ് ചോദിക്കും. ഇവിടെ എന്നാ നടക്കുന്നത് വെച്ചാൽ ആൻഡ് വാല്യൂസ് ഓഫ് ഐ വെച്ചാൽ ഈ ഐ എന്ന് പറയുന്നത് ഓരോതാണ്. ആദ്യം ഇപ്പൊ ഐ 0 ആയിരിക്കുമല്ലോ. അപ്പോഴത്തേക്കും യൂസറിന്റെ നിന്ന് എടുക്കുന്നത് ഫസ്റ്റ് എലമെന്റ് വാല്യൂസ് സ്ക്വയർ ബ്രാക്കറ്റ് 0 എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ് കയറ്റും. പിന്നെ ഇത് I2 ആവും. അപ്പൊ സെക്കൻഡ് I1 ആവും. അപ്പൊ സെക്കൻഡ് എലമെന്റ് കേൾക്കും. പിന്നെ I2 ആവും. അപ്പൊ തേർഡ് എലമെന്റ്. പിന്നെ I3 ആവും. അപ്പൊ ഫോർത്ത് എലമെന്റ്. പിന്നെ I4 ആവുമ്പോഴത്തേക്കും ഫിഫ്ത് എലമെന്റ് ഇതിന്റെ അകത്തേക്ക് കയറ്റും. അങ്ങനെയാണ്. പിന്നെ അതേ സാധനം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി വാല്യൂസ് ഓഫ് 0 1 2 3 4 വരുമ്പോൾ ഇത് തീരും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിക്കാം. 1 2 3 4 5 അപ്പോഴത്തേക്കും ഇത് നമ്മൾ എൻ്റർ ചെയ്തു. 5 വാല്യൂസ് എൻ്റർ ചെയ്തു. അപ്പോഴത്തേക്കും പിന്നെ ഇത് അപ്പോഴത്തേക്കും ഫോർ ലൂപ്പ് കഴിഞ്ഞു. അടുത്ത ഡിസ്പ്ലേയിങ് ഇൻറ്റീജേഴ്സ് അതാണ് ഇത്. എന്നിട്ട് 1 2 3 4 5 ഇതെല്ലാം ഒരു വേരിയബിളിൻ്റെ അകത്താണ്. ഈ വാല്യൂസ് പറഞ്ഞ ഒരു വേരിയബിളിൻ്റെ അകത്താണ് ഈ 5 എലമെന്റ് സ്റ്റോർ ആയിരിക്കുന്നത്. അങ്ങനെ അതാണ് അറേ. ഇനി അറേയുടെ വേറെ ഒരു പ്രോഗ്രാം കൂടെ കാണിക്കാം. ഇതിപ്പം ഇത് ഈ പ്രോഗ്രാം എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആവറേജ് കണ്ടുപിടിക്കും. n നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം ആദ്യം നമ്മൾ മാർക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. അത് 10 വെച്ചാൽ 10 എലമെന്റ്സ് അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ കാണിക്കുക. പിന്നെ IUN സം ഈക്വൽ ടു 0 ആവറേജ് അതൊക്കെ സാധാരണ എലമെന്റ് ഡിക്ലെയർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ യൂസറിനോട് ചോദിക്കും എത്ര നമ്പർ വേണം, എത്ര നമ്പറിന്റെ ആവറേജാണ് കാണേണ്ടതെന്നുള്ളതിനാണിത്. അപ്പം എന്നിട്ട് എന്നിലേക്ക് കയറ്റും. അപ്പം പിന്നെ ഫോർ ഐ ഈക്വൽ ടു 0 I less than n plus I. ഇത് n ടൈംസ് ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ പിന്നെ ഓരോ നമ്പരും കൊടുക്കുക. എൻ്റർ ദ നമ്പർ %d വെച്ചാൽ നമ്മളോട് ഈ നമ്പർ ചോദിക്കുക. ഇപ്പൊ I0 തൊട്ടല്ലേ തുടങ്ങുന്നത്. പക്ഷെ യൂസറിന് അറിയത്തില്ലല്ലോ 0 തൊട്ട് തുടങ്ങുന്നത്. അപ്പത്തേക്കും നമ്മളിവിടെ I+1 എന്ന് കാണിക്കും. അപ്പത്തേക്കും അപ്പൊ 0യുടെ പകരം ഡിസ്പ്ലേ ചെയ്യുന്നത് 1 ആയിരിക്കും. പക്ഷെ ഐയുടെ വാല്യൂ അപ്പനും 0 തന്നെയാണ്. അങ്ങനെ അപ്പത്തേക്കും ഇത് റൺ ചെയ്ത് കാണിച്ചുതരാം. എൻ്റർ ദ നമ്പർ ഇപ്പം 5 കൊടുക്കുകയാണ്. എൻ്റർ നമ്പർ 1. പക്ഷെ അറേ തുടങ്ങുന്നത് 0 വെച്ചില്ല. അത് യൂസറിന് അറിയത്തില്ല. അപ്പത്തേക്കും നമ്മൾ I+1 കാണിച്ചിട്ട് അപ്പൊ യൂസർ ഓർക്കും ഫസ്റ്റ് എലമെന്റ് തന്നെ എൻ്റർ ചെയ്യാൻ. അപ്പത്തേക്കും യൂസർ ഫസ്റ്റ് എലമെന്റ് എൻ്റർ ചെയ്യും, സെക്കൻഡ് എലമെന്റ്, തേർഡ് എലമെന്റ്, ഫോർത്ത് എലമെന്റ്, ഫിഫ്ത് എലമെന്റ്. അപ്പൊ 5 എലമെന്റ് എൻ്റർ ചെയ്തു. അപ്പൊ അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് ഇത് എല്ലാത്തിന്റെ സം എടുത്തിട്ട് ഈ സൈസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ്. അതെങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഇപ്പം എല്ലാം എലമെന്റ്സ് ഓരോ ലൂപ്പിലും എലമെന്റ് എടുത്തുകൊണ്ടിരിക്കല്ലേ. അപ്പൊ തന്നെ സം പ്ലസ് ഈക്വൽ ടു മാർക്സ് ഓഫ് ഐ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സം ഇവിടെ നമ്മൾ 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ആദ്യത്തെ ലൂപ്പില് സമ്മിന്റെ വാല്യൂ 0 ആണ്. അപ്പം 0യിലേക്ക് ഈ പ്ലസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഈക്വൽ ടു സം പ്ലസ്, ഇതാണ് പ്ലസ് ഈക്വൽ ടു. ഇതിന്റെ ഷോർട്ട് ഹാൻഡ് ആണ്. സം ഈക്വൽ ടു സം പ്ലസ് ഒരു വേരിയബിളിന്റെ ഷോർട്ട് ഹാൻഡ് ആണ് സം പ്ലസ് ഈക്വൽ ടു. അപ്പം 0 പ്ലസ് മാർക്സ് ഓഫ് ഐ. ഇപ്പൊ നമ്മൾ എടുത്ത മാർക്സ് വെച്ചാൽ ഫസ്റ്റ് ഇത് ലൂപ്പ് ഇപ്പൊ I ഈക്വൽ ടു 0 അല്ലേ, അതാണ് 3 എടുത്തു. അപ്പൊ 3 എന്ന് പറയുന്നത് മാർക്സ് ഓഫ് ഐയിലേക്ക് കയറ്റി. ഇവിടെ 3 ആണ്. അപ്പത്തേക്ക് ഇപ്പൊ സമ്മിന്റെ വാല്യൂ 3 ആയി. പിന്നെ അടുത്ത ലൂപ്പ് വരുമ്പോഴത്തേക്ക് ഐയുടെ വാല്യൂ 1 ആവും. ആദ്യം 0 ആണ്. അടുത്ത ലൂപ്പ് വരുമ്പോഴത്തേക്ക് ഐയുടെ വാല്യൂ 1 ആയിട്ട് അടുത്ത് പിന്നെ യൂസറിനോട് ചോദിക്കും ഇത് എൻ്റർ ചെയ്യാൻ. അപ്പത്തേക്ക് യൂസർ 5 എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും അത് ഇപ്പം സമ്മിന്റെ വാല്യൂ 3 ആണ്, മാർക്സ് ഓഫ് 1ന്റെ വാല്യൂ 5 ആണ്. അപ്പം ഇവിടെ 3 + 5 അത് 8 വരും. ആ 8 എന്ന് പറഞ്ഞത് സമ്മിലേക്ക് കയറും.
അത് നിങ്ങൾക്കറിയാലോ, റൈറ്റ് സൈഡിൽ നിന്നാണ് നോക്കുന്നത് കമ്പൈലർ എന്ന് വെച്ചാൽ ആദ്യം ഈ ഇത് ഈ എക്സ് ഈക്വൽ ടുയുടെ റൈറ്റ് സൈഡ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ സമ്മിന്റെ വാല്യൂ 3 ആണെന്ന് മുമ്പേ 3 ആക്കിയായിരുന്നു. 3യും ഇപ്പം ഈ 5 കൂടെ ആഡ് ചെയ്തിട്ട് 8 വരും. അപ്പൊ ഇപ്പൊ സമ്മിന്റെ വാല്യൂ ഇപ്പൊ 8 ആയി. അടുത്ത ലൂപ്പ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ 2 വരും, 2 and 3. അപ്പൊ 8 പ്ലസ് 2 10 ആവും, പിന്നെ 14 ആവും, പിന്നെ 6 ആവും, പിന്നെ 14 ശേഷം 20 ആവും. അതിന്റെ ശേഷം അത് 5 വെച്ച് ഡിവൈഡ് ചെയ്യും. അതാണ് ആവറേജ് ഈക്വൽ ടു സം ബൈ n. എന്നിട്ട് അതിന്റെ ആവറേജ് പ്രിന്റ് ചെയ്യുന്നതാണ് ഈ പ്രോഗ്രാം. ഇങ്ങനെയാണ് അറേ. ഇനി നിങ്ങൾക്ക് ഇതിപ്പം എങ്ങനെയാ, ഇത് സിംഗിൾ ഡൈമെൻഷണൽ അറേ എന്നാണ് പറയുന്നത് ഇതിന്. കാരണം ഇത് ഒരു ഇതല്ലേ ഉള്ളൂ. ഇതിപ്പം നിങ്ങൾക്ക് മൾട്ടി ഡൈമെൻഷണൽ അറേ ഉണ്ട് വെച്ചാൽ നമുക്ക് 2D അല്ലെങ്കിൽ 3D അതൊക്കെ സ്റ്റോർ ചെയ്യാം. ഇതിപ്പോ 1D അല്ലേ, കാരണം ഒരു ലൈൻ പോലെ ഇത്. ഇനി നമുക്ക് 2D സ്റ്റോറേജ് ചെയ്യാം. അപ്പം അടിയിലേക്കും ഒരു മെട്രിക്സ് നിങ്ങൾ മാക്സിൽ പഠിച്ചു കാണുമല്ലോ, അതൊക്കെ ഒരു 2D അറേ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അടിയിലേക്കും കൂടെ വരും. അതെങ്ങനെയാ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം 2D അറേ ഞാനിത് ഇനിഷ്യലൈസേഷൻ കാണിക്കാം. ഇൻഡ് മെട്രിക്സ് ഓഫ്, മുമ്പേ നമ്മള് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് അല്ലേ കൊടുത്തേ ഇത് അറേ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇപ്പൊ നമ്മള് 2 കൊടുക്കുന്നു, കാരണം ഇത് 2D എന്ന് കാണിക്കാൻ വേണ്ടി. ഇപ്പം നിങ്ങൾക്ക് എത്ര ഡയമെൻഷന്റെ വേണോ അത്രയും സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. ഇപ്പൊ 3D ആണെങ്കിൽ 3 കൊടുക്കണം, എന്നിട്ട് അതിന്റെ സൈസ് ഇത് ചെയ്യണം. അങ്ങനെയാണ്. ഇതിപ്പോ ഒരു മെട്രിക്സ്, ഇപ്പൊ 2x2 മെട്രിക്സ് ആണ് ഇത്. ഇത് റോസ്, ഇത് കോളംസ്. അങ്ങനെ ഇത് നിങ്ങൾക്ക് ഇതിന്റെ അകത്തേക്ക് വാല്യൂസ് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ. ഇതിപ്പോ എന്നാന്ന് വെച്ചാൽ മുമ്പേ നമ്മള് കൊടുത്തത് എങ്ങനെയാ, ഒരു കേളി ബ്രേസസിന്റെ അകത്ത് 4 എലമെന്റ്സ് 5 എലമെന്റ്സ്. ഇതിപ്പം മാർക്ക് 5 ആയതുകൊണ്ട് ഒരു കേളി ബ്രേസസിന്റെ അകത്ത് 5 എലമെന്റ്സ് കൊടുത്തു. ഇതിപ്പോ 2 ഡയമെൻഷൻ അറേ ആണ്. അപ്പം ഈ ഫസ്റ്റ് കേളി ബ്രേസസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ റോ ആണ്. അപ്പം അതിന്റെ അകത്ത് നമ്മൾ അടുത്ത് ചെയ്ത് കൊടുക്കും. കാരണം കേളി ബ്രേസസിന്റെ അകത്ത് വരുന്നത് സിംഗിൾ ഡയമെൻഷനിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് ആണ് ഒരു റോ, ഇത് അടുത്ത റോ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് ഫോർ ലൂപ്പ് വെച്ച് വേണമെങ്കിൽ ഇച്ചിരി എളുപ്പമായിട്ട് ഇത് ചെയ്യാം, ഇനിഷ്യലൈസ് ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ചാൽ 2 ഫോർ ലൂപ്പ് കൊടുക്കണം. i<2. matrix of I j equal to ഇപ്പൊ എല്ലാ എലമെന്റ്സിനും 5 എന്ന് കൊടുക്കാം. അപ്പം ഇത് വേണ്ട. ഓക്കെ, ഇവിടെ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് 2 ഫോർ ലൂപ്പ് ആണ് എന്ന് പറഞ്ഞപ്പം ആദ്യത്തെ ഫോർ ലൂപ്പ് ഇതിന് നെസ്റ്റഡ് ലൂപ്സ് എന്ന് പറയും. കാരണം ഒരു ലൂപ്പിന്റെ അകത്ത് വേറെ ലൂപ്പ് വരുന്നതിന് നെസ്റ്റഡ് ലൂപ്സ് എന്നാണ് പറയുന്നത്. അപ്പം
ഇവിടെ ഫോർ എന്നാ ഇൻഡ് ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 2, ഐ പ്ലസ് ഈ ലൂപ്പ് 2 തവണ റിപ്പീറ്റ് ചെയ്യും. ഈ ലൂപ്പ് 2 തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഇതിന്റെ അകത്ത് പോയിട്ട് ഇതും 2 തവണ റിപ്പീറ്റ് ചെയ്യും. കാരണം ഫോർ ഇൻഡ് ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ. അപ്പൊ ടോട്ടൽ 4 തവണ ഈ ഇത് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം 2 × 2 4, അങ്ങനെ ടോട്ടൽ 4 തവണ ഇത് ചെയ്യുന്നതായിരിക്കും. അപ്പം ഓരോ തവണ ഇപ്പൊ ഫസ്റ്റ് ഐ ഈക്വൽ ടു 0 അല്ലേ, ഫസ്റ്റ് ലൂപ്പ് ഐ ഈക്വൽ ടു 0 വരും, എന്നിട്ട് ജെ യു ഈക്വൽ ടു 0. അപ്പം മെട്രിക്സ് ഓഫ് ഐ ജെ എന്ന് വെച്ചാൽ മെട്രിക്സ് ഓഫ് 0 0, അതാണ് ഫസ്റ്റ് എലമെന്റ് ഇതിലെ. ഫസ്റ്റ് എലമെന്റ് വെച്ചാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, അതാണ് 0 0, അത് 5 ആയി. പിന്നെ അടുത്തത് ജെയുടെ വാല്യൂ അടുത്ത് കൂടും, പക്ഷെ ഐയുടെ വാല്യൂ അപ്പോഴും 0 തന്നെ, കാരണം ഇത് 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് ലൂപ്പിന്റെ പുറത്തേക്ക് പോകത്തുള്ളൂ. അപ്പം മെട്രിക്സ് ഓഫ് 0 1, 0 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അതാണ് 0 1. അതും 5 തന്നെ ആവും. അടുത്തത് അപ്പത്തേക്ക് ഇത് 2 തവണ കഴിഞ്ഞു, പിന്നെ ലൂപ്പിന്റെ പുറത്തേക്ക് പോയിട്ട് ഐയുടെ വാല്യൂ 1 ആവും. എന്നിട്ട് പിന്നെ ഈ ലൂപ്പിന്റെ അകത്തേക്ക് തന്നെ പിന്നെ ഒന്നുകൂടെ കയറും, കാരണം ടോട്ടൽ 4 തവണ ചെയ്യുന്ന ഇപ്പൊ പറഞ്ഞു. അപ്പം ഇത് കയറിയിട്ട് അപ്പം ഐയുടെ വാല്യൂ 1, അപ്പം മെട്രിക്സ് ഓഫ് 1 0, ജെയുടെ വാല്യൂ അപ്പൊ 0 തന്നെ, 1 0 എന്ന് വെച്ചാൽ സെക്കൻഡ് റോ ഇപ്പൊ 5 ആയിട്ട് ഇനിഷ്യലൈസ് ആവും. പിന്നെ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അടുത്തത് ജെ 1 ആയി. ഇപ്പം ജെ 1 ആയതിന്റെ ശേഷം ജെ 1 ആകുമ്പോഴത്തേക്കും ഇത് മെട്രിക്സ് ഓഫ് 1 1, അതാണ് സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആകുന്നത്. വെച്ചാൽ ഇതിപ്പം ഒരു 2x2 മെട്രിക്സ് ആണ്, അതിന്റെ എല്ലാ എലമെന്റ്സും 5 ആണ്. അത് നിങ്ങളെ പ്രിന്റ് ചെയ്ത് കാണിക്കാം. മെട്രിക്സ് ഓഫ് ഐ ജെ. കണ്ടോ, 5 5 ആയി. എന്ന് വെച്ചാ ഇപ്പം 5 ഇത് 2x2 മെട്രിക്സ് ആണ്. ഇതിപ്പം നമുക്ക് 3x3 ഒരെണ്ണം കാണിക്കാം. ഇതെല്ലാം 3 ആക്കിയാൽ മതി. ഇതിപ്പോ എല്ലാം 3x3 ആയി. ഇത് കണ്ടോ, ഇപ്പത്തേക്ക് ഒരു 3x3 മെട്രിക്സ് ആയി. ഇത് ഇപ്പം ഇത് ടോട്ടൽ അപ്പത്തേക്കും ഇന്റീജർ ഈ ലൂപ്പ് 3 തവണ റിപ്പീറ്റ് ചെയ്യും, അതിന്റെ ഉള്ളിലെ ലൂപ്പ് 3 തവണ. അപ്പൊ ടോട്ടൽ റിപ്പീറ്റ് ചെയ്യും നടക്കുന്നത് 3 × 3, അത് 9 ടൈംസ് റിപ്പീറ്റ് ആവും, കാരണം 9 എലമെന്റ്സ് ഉള്ളതുകൊണ്ട് 9 ടൈംസ് റിപ്പീറ്റ് ആവും. ഓരോ തവണ 15 ഓരോ ഇതിലേക്ക് കയറ്റും. ഫസ്റ്റ് ടൈം ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, പിന്നെ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഇങ്ങനെ പോകുന്നത്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, പിന്നെ തേർഡ് കോളം, പിന്നെ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം തേർഡ് കോളം, അങ്ങനെ പോയിട്ട് കയറുന്നതായിരിക്കും. ഇതാണ്. ഇനി നിങ്ങൾക്ക് വേറെ ഒരു പ്രോഗ്രാം മെത്തേഡ് സ്റ്റോർ ചെയ്യുന്നത്, അത് അത്ര ആവശ്യമുള്ളതല്ല, ആവശ്യമുള്ളതാണ് എന്നാലും. അടുത്തത് ഇപ്പം ഒരു പ്രോഗ്രാം, ഇതിപ്പം ഒരു രണ്ട് സിറ്റീസിന്റെ ടെമ്പറേച്ചർ വെച്ചാൽ ഓരോ വീക്കിലെ മൺഡേ ട്യൂസ്ഡേ അങ്ങനെ 7 വീക്സ് ഇതുണ്ടല്ലോ, ഓരോ വീക്ക് ഡേയ്സിലെ ടെമ്പറേച്ചറിന് വേണ്ടിയുള്ള ഒരു മെട്രിക്സ് ആണ്. മെട്രിക്സ് അല്ല, ഒരു 2 ടൈംസ് അറേ. അപ്പം സിറ്റി 2 ഉണ്ട്, വീക്ക് 7 ഉണ്ട്, ആണ് ഇത് കാണിക്കുന്നത്. അപ്പം ഇൻഡ് ടെമ്പറേച്ചർ ഓഫ് സിറ്റി വീക്ക്, സിറ്റിയുടെ വാല്യൂ 2 ആണ്. വെച്ചാൽ ഇപ്പം 2 റോയും 7 കോളവും ഉള്ള ഒരു മൾട്ടി ഡയമെൻഷൻ അറേയാണ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തേക്കുന്നത്.
അതിന്റെ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി അത് യൂസറിനോട് ചോദിക്കുന്നതാണ് സ്റ്റോർ ചെയ്യാൻ. അപ്പം രണ്ട് ലൂപ്പ് ഉണ്ട്. അപ്പൊ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ i equal to 0, i less than, ഇവിടെ റോ വാല്യൂ ആണ് ശരിക്കും കൊടുക്കേണ്ടത്. റോ എത്ര റോസ് ഉണ്ട് അത്ര, അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പം ഇത് 2 റോ ഉണ്ടെന്ന് പറയാം, കാരണം സിറ്റി 2 ഉണ്ടല്ലോ, അപ്പത്തേക്ക് 2 റോ, അപ്പൊ ഇത് 2. അടുത്ത ഇവിടെയാണ് കോളം വാല്യൂ കൊടുക്കുന്നത് രണ്ടാമത്തെ ലൂപ്പില്, അത് അത് 7 ഉണ്ട്. അപ്പത്തേക്കും ഇത് ടോട്ടൽ 14 ടൈംസ് റിപ്പീറ്റ് ചെയ്യും ഈ ലൂപ്പ്. അങ്ങനെ അപ്പത്തേക്കും സിറ്റി ഇത് റൺ ചെയ്ത് കാണിക്കുക, അത് ചോദിക്കുക. അപ്പത്തേക്കും സിറ്റി 1 ഡേ 1, അപ്പൊ ടെമ്പറേച്ചർ 35. അടുത്ത് സിറ്റി അതും 35 തന്നെ. അങ്ങനെ ഇത് കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പൊ സിറ്റി 1 തീർന്നു, 7 കഴിഞ്ഞപ്പോഴത്തേക്കും സിറ്റി 1 തീർന്നു. അടുത്തത് സിറ്റി 2, പിന്നെ ആദ്യം തൊട്ട് തുടങ്ങും ഡേ 1. അപ്പം അതെല്ലാം കഴിഞ്ഞു. ഇനി അത് ഡിസ്പ്ലേയിങ് വാല്യൂസ് വന്നിട്ട് എല്ലാം ഒന്നുകൂടെ കാണിക്കും. അതാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പത്തേക്കും നിങ്ങൾക്ക് ഒരു മെട്രിക്സ് അറേ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ടെമ്പറേച്ചർ ഓഫ്, ഇപ്പൊ ഏത് എലമെന്റ് എടുക്കണ്ടേ, അപ്പൊ അത് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ആ പൊസിഷൻ കൊടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ സ്പെസിഫൈക്ക് ആയിട്ട് കൊടുക്കണമെങ്കിൽ ഐ ജിയുടെ പകരം നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുക. ഇപ്പം 2, 3 ഇവിടെ കൊടുക്കുവാണെങ്കിൽ സെക്കൻഡ് സിറ്റിയുടെ 3rd ഡേയിലേക്ക് ആയിരിക്കും സ്റ്റോർ ആവുന്നത്. നിങ്ങൾക്ക് അറിയാൻ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? INJ equal to 0 ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം അടുത്ത സ്ട്രിങ്സിലേക്ക് പോകാം എന്ന് ഞാൻ വിചാരിക്കും. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. അടുത്തത് സ്ട്രിങ്. ഇപ്പൊ സിക്കകത്തും സ്ട്രിങ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ട് ഒരു ഡാറ്റ ടൈപ്പ് ഇല്ല, അതിന് ക്യാരക്ടർ അറേ തന്നെ ഉപയോഗിക്കുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ക്യാരക്ടർ സി ഓഫ്, പിന്നെ ഒരു അറേനെ പോലെ തന്നെ ഡിക്ലെയർ ചെയ്തിട്ട് സി സ്ട്രിങ്. ഇവിടെ പക്ഷെ കേളി ബ്രേസസ് ഒന്നും വേണ്ട. ഇവിടെ നിങ്ങൾക്ക് ഒരു ഡബിൾ കോട്ട്സിന്റെ അകത്ത് ഇടുന്ന എല്ലാം സ്ട്രിങ് ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇത് ഇങ്ങനെയാണ് സ്റ്റോർ ആകുന്നത്. സി സ്ട്രിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാവും, ഇങ്ങനെ സ്റ്റോർ ആവും. ഇത് അറേ തന്നെ. ഇപ്പം നിങ്ങൾക്ക് ഇത് സി പിന്നെ ബ്രാക്കറ്റിൽ 0 എന്ന് എടുത്താൽ സി മാത്രമായിട്ട് കിട്ടും. അടുത്ത സി ബ്രാക്കറ്റിൽ 1 എന്ന് എടുക്കുവാണെങ്കിൽ ബ്ലാങ്ക് കിട്ടും. അങ്ങനെ ബ്രാക്കറ്റിൽ 2 എന്ന് എടുക്കുവാണെങ്കിൽ എസ് കിട്ടും. അങ്ങനെ ഇത് അറേ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ നിങ്ങൾ ഇത് ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പൊ ഇത് ഇനിഷ്യലൈസ് ചെയ്തില്ലേ, സി സ്ട്രിംഗ് എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിട്ട് ഇത് ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ഒരു നൾ ക്യാരക്ടർ /0 ആഡ് ചെയ്യും. അത് വെച്ചാണ് കമ്പൈലറിന് മനസ്സിലാവുന്നത് സ്ട്രിങ് ഇത് കഴിഞ്ഞു എന്ന്. എന്നാ പറയുന്നത്, ഇത്രേ ഉള്ളൂ ഡാറ്റ, അതിന്റെ അപ്പുറത്തേക്ക് പോകണ്ടെന്ന്. കാരണം ഇതിന് നമ്മൾ സൈസ് കൊടുത്തിട്ടില്ലല്ലോ, അല്ലെ? അപ്പത്തേക്ക് നൾ ക്യാരക്ടർ എന്ന് പറയും ഇത് കാണുമ്പോഴത്തേക്ക് അപ്പം കമ്പൈലറിന് മനസ്സിലാവും ക്യാരക്ടേഴ്സ് ടെർമിനേറ്റ് ആയി, ഇത്ര ഉള്ളൂ എന്ന്. അടുത്തത് നിങ്ങൾക്ക് യൂസറിനെ വെച്ച് സ്ട്രിങ് റീഡ് ചെയ്യാൻ 2 മെത്തേഡ്സ് ഉണ്ട്. ഒരെണ്ണം സ്കാനഫ് തന്നെ ഉപയോഗിക്കുന്നത്, നമ്മൾ ഇത്ര നാള് എടുത്തുകൊണ്ടിരുന്നത്. അപ്പത്തേക്കും അതിൻ്റെ അകത്ത് %s ഉപയോഗിക്കുവാണെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ കേൾക്കുക, %s ഉപയോഗിച്ചിട്ട് സ്ട്രിങ് ക്യാരക്ടേഴ്സ് കയറ്റാം. പക്ഷെ നിങ്ങൾക്കപ്പം സ്പേസ് ഉള്ള ഇത് കയറ്റാൻ പറ്റത്തില്ല. ഇപ്പം ഒരു പേര് കയറ്റാനാണെങ്കിൽ, പേര് ആ അറയിലേക്ക് കയറ്റാൻ, സ്ട്രിങ്ങിലേക്ക് കയറ്റണമെങ്കിൽ, ഇപ്പൊ എന്റെ പേര് ആൽവിൻ ജോസഫ് ആണ്. അത് ഞാൻ ആൽവിൻ ജോസഫ് എൻ്റർ അടിക്കുവാണെങ്കിൽ എന്റെ ആൽവിൻ മാത്രമേ കയറത്തുള്ളൂ. കാരണം സ്കാനഫ് ഈ വൈറ്റ് സ്പേസ് എൻകൗണ്ടർ ചെയ്യുമ്പോഴത്തേക്കും ടെർമിനേറ്റ് ചെയ്യും. സ്പേസ് അല്ലെങ്കിൽ ന്യൂ ലൈൻ എൻ്റർ
അല്ലെങ്കിൽ ടാബ് അങ്ങനത്തെ കാര്യങ്ങൾ വൈറ്റ് സ്പേസ് വരുന്ന എന്തായാലും അപ്പത്തേക്കും കമ്പൈലർ ഓർക്കുക തീർന്നു എന്ന്. അടുത്ത വേർഡ് അപ്പൊ നോക്കത്തില്ല. അപ്പൊ ജോസഫ് അവിടെ കിടപ്പുണ്ടെങ്കിലും അത് നോക്കത്തില്ല. അപ്പൊ നമുക്കൊരു ഫുൾ ലൈൻ വേണമെങ്കിൽ നമുക്ക് എഫ് ഗെറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് ഉപയോഗിക്കാം. അത് ഒരു ലൈൻ ഓഫ് സ്ട്രിങ് റീഡ് ചെയ്യാൻ വേണ്ടിയാണ്. അത് ഞാൻ നിങ്ങളെ ഇപ്പം കാണിച്ചു തരാം. രണ്ട് രീതിയിലും കാണിക്കാം. ഇതിപ്പോ ചുമ്മാ ഒരു ക്യാരക്ടർ നെയിം ഓഫ് 20 കൊടുത്തു. ഇവിടെ എന്റർ നെയിം പെർസെന്റേജ് നെയിം. എന്റർ നെയിം ഇപ്പൊ ഞാൻ ആൽവിൻ ജോസഫ് കൊടുത്തു. പക്ഷെ അവര് യുവർ നെയിം ഈസ് ആൽവിൻ എന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ, ജോസഫ് കാണിക്കത്തില്ല. കാരണം ഇത് പറഞ്ഞത് സ്കാനഫ് അതപ്പോഴത്തേക്കും ഇവിടെ ബ്ലാങ്ക് സ്പേസ് വന്നില്ലേ, അത് എൻകൗണ്ടർ ചെയ്യുമ്പോഴത്തേക്കും അത് തീർക്കും. അത് അത്ര ഉള്ളെന്ന് വിചാരിക്കും കമ്പൈലർ. അപ്പോഴത്തേക്കും അതുകൊണ്ട് ഇത് സാധാരണ ഉപയോഗിക്കുന്നത് നല്ലതല്ല. അടുത്തത് ഞാൻ പറഞ്ഞ എഫ് ഗെറ്റ്സ് വെച്ച് ഇതാണ്. ഗെറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് പക്ഷേ ഡെപ്രിക്കേറ്റഡ് ആയി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡിൽ നിന്ന് എടുത്ത് കളഞ്ഞ, സി സ്റ്റാൻഡേർഡിൽ നിന്ന് എടുത്ത് കളഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ അത് ആരും ഉപയോഗിക്കാറില്ല. അപ്പൊ ഇത് എഫ് ഗെറ്റ്സ്, അത് നിങ്ങൾ നോക്കണ്ട. ഇത് എഫ് ഗെറ്റ്സിന് ഉപയോഗിച്ചാൽ ഗെറ്റ്സ് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല ഉപയോഗിക്കുന്നതിന്. പക്ഷെ ഇത് ഡെപ്രിക്കേറ്റഡ് ആയിട്ടുണ്ട്. അപ്പം ഇത് പ്രിന്റ് ഇതിന്റെ അകത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നെയിം വെച്ചാൽ ഏത് എഫ് ഗെറ്റ്സിൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. എന്താണ് ഐ മീൻ ഏത് വേരിയബിളിലേക്കാണ് കയറ്റേണ്ടത്. അത് ഈ നെയിമാണ്, ക്യാരക്ടർ നെയിം നമ്മൾ ഡിക്ലെയർ ചെയ്തില്ലേ, അത് ആ നെയിമിന്റെ പേര്. പിന്നെ എത്ര വാല്യൂസ് കയറ്റണം, സൈസ് ഓഫ് നെയിം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കാമല്ലോ. അതിനെ യൂസ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എറർ അല്ലേ. അപ്പോഴത്തേക്കും ഇവിടെ സൈസ് ഓഫ് നെയിം, ഇതിപ്പോ സൈസ് ഇവിടെ 30 ആണ്, 30. അപ്പൊ സൈസ് ഓഫ് നെയിം എന്ന് പറയുന്നത് 38 ഇവിടെ വന്നോളൂ. പിന്നെ ഇത് STDI എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ആണ്. അത് നിങ്ങൾ ഇപ്പൊ നോക്കണ്ട, ഇവിടെ സാധാരണ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് അടിച്ചാൽ മതി. അത് നിങ്ങൾ ഇച്ചിരി കഴിയുമ്പോൾ ഫയൽ ഹാൻഡ്ലിംഗ് ഒക്കെ ഇത് ബഫർ ആണ്, അത് ഇച്ചിരി അഡ്വാൻസ് ആണ്. നിങ്ങൾ ഇപ്പൊ നോക്കണ്ട, ഇപ്പൊ STDI മാത്രം അടിച്ചാൽ മതി. ഈ 3 പാരാമീറ്റേഴ്സ് ആണ് ഈ ഫംഗ്ഷന് വേണ്ടത് ഇത് ചെയ്യാൻ. അപ്പത്തേക്ക് നെയിം കൊടുക്കണം, അതേ നെയിമിന്റെ സൈസ്, പിന്നെ ഇത് STDI, ഇത് എല്ലാ തവണ STDI കൊടുത്താൽ മതി. പ്രിന്റ്. അപ്പത്തേക്ക് ഇത് റൺ ചെയ്ത് നോക്കാം. അപ്പം ആൽവിൻ വന്നപ്പോഴത്തേക്ക് എന്റെ പേര് ഫുള്ള് വന്നു. കാരണം ഇത് ഈ ലൈൻ ടെർമിനേറ്റ് ആണെന്ന് വെച്ചാൽ എൻ്റർ അടിക്കുന്നവരെ ഇത് നോക്കും. സ്പേസ് വന്നാലും കുഴപ്പമില്ല, ടാബ് വന്നാലും കുഴപ്പമില്ല, എൻ്റർ വന്നാൽ ഇത് ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെ അപ്പത്തേക്കും ഇത് പിന്നെ പുട്സ് ഫംഗ്ഷൻ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ട്രിങ് ഒരു ലൈൻ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഈ പ്രിന്റ് എഫ് ഉപയോഗിക്കുന്നതിന്റെ പകരം പുട്സ് ഉപയോഗിക്കാം. ഫംഗ്ഷൻ ആണ്, ചുമ്മാ ആ സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യു ക്യാൻ യൂസ് പുട്സ് ടു ഡിസ്പ്ലേ സ്ട്രിങ്. ഈ സ്ട്രിങ്ങിന്റെ ഫങ്ഷൻസ് ഉണ്ട്. ഇതിപ്പോ 3 ഞാൻ പറയാം. സ്ട്രിങ് കമ്പയർ, ഇത് strcmp സ്ട്രിങ് കമ്പയർ, സ്ട്രിങ് കോപ്പി, സ്ട്രിങ് കാറ്റനേഷൻ. അത് ആദ്യത്തെ സ്ട്രിങ് കമ്പയർ നമുക്ക് നോക്കാം. അതിന് നിങ്ങൾ വേറൊരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം, സ്ട്രിങ് എന്ന് പറഞ്ഞത്. ഈ ഹെഡർ ഫയൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇപ്പം ക്യാരക്ടർ നെയിം, എൻ്റർ നെയിം, it's 1 of 10 equal to the programming is to 10 അല്ല 20 equal
ആ ഇപ്പം രണ്ട് സ്ട്രിങ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഫസ്റ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ സി പ്രോഗ്രാമിംഗ്, സെക്കൻഡ് സ്ട്രിങ് C++. ഇപ്പൊ നമുക്ക് ഇത് സ്ട്രിങ് കമ്പയർ ഫംഗ്ഷൻ അതിന്റെ ഇത് കാണിക്കുക എന്ന് വെച്ചാൽ അത് ഈ സ്ട്രിങ് കമ്പയർ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യും, അത് രണ്ടും സെയിം ആണോ അല്ലയോ ഇത് കാണിക്കുന്നത്. അപ്പം അത് ഒരു ഇന്റ് വാല്യൂ ആണ് തരുന്നത്. ഇന്റ് ഈക്വൽ ടു CMP ഓഫ് S1 S2. ഇവിടെ ഇത് എന്നാ റിട്ടേൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കാണിക്കാം. അപ്പം ഈ സ്ട്രിംഗ് കമ്പയർ എന്ന ഫംഗ്ഷൻ ഒരു ഇന്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യും. അതാണ് ഇത് അതിന്റെ ഇതാണ് പ്രോട്ടോടൈപ്പ് പറയാം. അപ്പം ഇന്റ് ആണ് ഇതിന്റെ റിട്ടേൺ ടൈപ്പ്. അതിന് രണ്ട് ഇത് വേണം, രണ്ട് സ്ട്രിങ് ക്യാരക്ടർ അറേ വേണം. അതാണ് ഇത് രണ്ട് ക്യാരക്ടർ അറേ. അപ്പം ഇത് ചെയ്തു. അപ്പൊ ഇത് -32 റിട്ടേൺ ചെയ്തു. ഈ മൈനസ് അതിന്റെ വരെ ഞാൻ ഈക്വൽ ആയിട്ട് ആദ്യം ഒരെണ്ണം കാണിക്കാം. 0 റിട്ടേൺ ചെയ്തു. ഇതെന്നാന്ന് വെച്ചാൽ ഇപ്പം രണ്ട് സെയിം സ്ട്രിങ് ആണെങ്കിൽ ഇത് 0 റിട്ടേൺ ചെയ്യും. ഈ സ്ട്രിങ് കമ്പയർ ഫംഗ്ഷൻ 0 റിട്ടേൺ ചെയ്യും. അതായത് S1 S2 ഇത് രണ്ട് സെയിം ആണല്ലോ, ഇപ്പം രണ്ട് C++ ആണല്ലോ, അതുകൊണ്ട് ഇത് 0 റിട്ടേൺ ചെയ്യും. ഇനി നെഗറ്റീവ് നമ്പർ എന്നാന്ന് വെച്ചാൽ ഇപ്പൊ നെഗറ്റീവ് 11 കാണിച്ചില്ലേ, അതെന്നാന്ന് വെച്ചാൽ ഇത് ആസ്കി വാല്യൂസ് എന്ന് പറഞ്ഞ വാല്യൂസ് ഉണ്ട്, അത് വെച്ചാണ് ഇത് നോക്കുന്നത്. ഇപ്പം സി വേണ്ട, ഇവിടെ എ കൊടുക്കാം, ഇവിടെ ബി കൊടുക്കാം. ആകെ വ്യത്യാസമുള്ള ഇവിടെ എയും ഒരു ബിയും ആണ്. അപ്പത്തേക്കും ഇവിടെ -1 വന്നു. ഇതെന്നാ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് സ്ട്രിങ് ചെറുതാണ് കാണിക്കുന്നത്. ഐ മീൻ സെക്കൻഡ് സ്ട്രിങ് വലുതാണ് കാണിക്കുന്നത് ഇതിനേക്കാളും ആസ്കി വാല്യൂ വെച്ച് നോക്കുമ്പോൾ. കാരണം എയുടെ ആസ്കി വാല്യൂ എത്രയാ, അത് 65 ആണ്. അത് നിങ്ങൾ ഇച്ചിരി കഴിയുമ്പോൾ അത് പഠിക്കുമായിരിക്കും. അപ്പം എയുടെ ആസ്കി വാല്യൂ 65 ആണ്, ബിയുടെ 66 ആണ്. അപ്പം ഇതില് ഇത് ഒരേ ആസ്കി വാല്യൂ ആയിട്ട് വ്യത്യാസം ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഇത്. -1 സെക്കൻഡിന് ഒരെണ്ണം ആയിട്ട് വ്യത്യാസം ഉണ്ട് എന്ന് കാണിക്കുന്നത്. ഇതിപ്പോ നേരെ തിരിച്ചാ, ലൈക്ക് ഇതിപ്പം ഇവിടെ ബിയും ഇവിടെ എയും ആണെങ്കിൽ ഇവിടെ +1 കാണിക്കും. കണ്ടോ, +1. കാരണം ഇത് ഫസ്റ്റ് സ്ട്രിങ് വലുതാണ് കാണിക്കുന്നത്. മറ്റേ ഇപ്പം രണ്ടാമത്തെ ബി ആണെങ്കിൽ സെക്കൻഡ് സ്ട്രിങ് വലുതാണ് കാണിക്കുന്നതിൽ മൈനസ് വരും. അതാണ് ഇത് റിട്ടേൺ ചെയ്യുന്നത് ഈ സ്ട്രിങ് കമ്പയർ ഫംഗ്ഷൻ. അടുത്തത് സ്ട്രിങ് കോപ്പി ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇതിപ്പം സ്ട്രിങ് കോപ്പി ഫംഗ്ഷൻ അത് ഒരു സ്ട്രിങ് ഇത് റിട്ടേൺ ചെയ്യും, അല്ലാണ്ട് റിട്ടേണും ചെയ്യും. ഈ ഇവിടെ രണ്ട് ഇത് വേണം, ഡെസ്റ്റിനേഷൻ സ്ട്രിങ് എന്ന് പറയുന്നുണ്ട്, സോഴ്സ് സ്ട്രിങ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ രണ്ട് സ്ട്രിങ് കൊടുക്കുവാണെങ്കിൽ ആദ്യത്തെ സ്ട്രിങ്ങിലേക്ക് രണ്ടാമത്തതും കൂടെ കോപ്പി ചെയ്യും. ആദ്യത്തെ സ്ട്രിങ്ങിലേക്ക് രണ്ടാമത് കോപ്പി ചെയ്യും. അതാണ്, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇത് കണ്ടോ, ഇപ്പം ഇത് സ്ട്രിങ് CP ഇത് രണ്ടാമത്തെ സ്ട്രിങ്ങിൽ നിന്ന് ആദ്യത്തെ സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യും. അപ്പം ഞാൻ പ്രിന്റ് ചെയ്ത് കാണിക്കാം. ഇതപ്പോ എന്നാ ചെയ്യുന്നത് വെച്ചാ ഒരു സെക്കൻഡ്,
അപ്പം str percentages S2. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ S2ന്റെ വാല്യൂസ് S1ലേക്ക് കോപ്പി ആവും. പക്ഷെ S2 അതുപോലെ തന്നെ നിൽക്കും. CA പ്ലസ് ഇപ്പം ഇത് രണ്ട് ഇതാണ് S2ന്റെ വാല്യൂസ് S1ലേക്ക് കോപ്പി ചെയ്യും. ഇതിപ്പം പിന്നെ വരട്ടെ, ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ. പുട്സ് ഉപയോഗിച്ച് S1 അതെ, ഇവിടെ ഫസ്റ്റ് സ്ട്രിംഗ് എന്ന് പറയുന്നത് സി പ്രോഗ്രാമിംഗ്, സെക്കൻഡ് സ്ട്രിംഗ് ഒന്നുമില്ല. ഇതിപ്പം സെക്കൻഡ് സ്ട്രിംഗിലേക്ക് ഫസ്റ്റ് സ്ട്രിംഗ് കോപ്പി ചെയ്യുന്നതാണ്. ഇപ്പം എന്നിട്ട് ഇത് സെക്കൻഡ് സ്ട്രിംഗ് പ്രിന്റ് ചെയ്യുക, അപ്പോഴത്തേക്കും സി പ്രോഗ്രാമിംഗ് തന്നെ വരും. കാരണം സെക്കൻഡ് സ്ട്രിംഗിലേക്ക് കോപ്പി, മുമ്പ് തന്നെ പ്രശ്നം അറിയത്തില്ല. അത് ഞാൻ നോക്കാം. ഇപ്പം സെക്കൻഡ് സ്ട്രിംഗിലേക്ക് ഫസ്റ്റ് സ്ട്രിംഗ് തന്നെ കോപ്പി ആവും. അതാണ് strcpy, സ്ട്രിംഗ് കോപ്പി. അടുത്ത് സ്ട്രിംഗ് കോൺകാറ്റിനേറ്റ് ഉണ്ട്, അത് രണ്ടും ആഡ് ചെയ്യും എന്നതാണ് സ്ട്രിംഗ് കാറ്റിനേഷൻ, strcat. ഇപ്പം അത് strcat, അതിന് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, സോഴ്സ് ഉണ്ട്. എന്ന് പറയുമ്പം ഫസ്റ്റിലേക്ക് കയറ്റും S1ന്റെ വാല്യൂസ്. ഇതിപ്പോ ഓൾറെഡി S2ന്റെ വാല്യൂ ഹലോയും S1ന്റെ വാല്യൂ സി പ്രോഗ്രാമിങ്ങും. എന്നിട്ട് ഇത് പുട്ട് ചെയ്യുമ്പോഴത്തേക്കും ഹലോ സി പ്രോഗ്രാമിംഗ് വരും. കാരണം ഇത് S2ലേക്ക് S1ന്റെ വാല്യൂ ഇത് ആഡ് ആയിട്ടുണ്ട്. അതാണ് ഇത്. കാരണം ഇത് S2ന്റെ വാല്യൂ ഇത് ഈ ഫംഗ്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഹലോ എന്ന് മാത്രമായിരുന്നു. പിന്നെ അടുത്ത് ഈ ഫംഗ്ഷൻ കൊടുത്തതിന് ശേഷം str1 ഈ സി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ഇതും ആഡ് ആയിട്ടുണ്ട്. അതാണ് ഇത് ഹലോ. നമ്മൾ str2 മാത്രം പ്രിന്റ് ചെയ്തപ്പോഴത്തേക്കും ഇത് ഫുള്ള് വന്നത്. ഇതാണ് 3 ഫങ്ഷൻസ്, strcmp, strcpy, strcat. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഞാൻ ഇപ്പം ഇത്രയും പറഞ്ഞാൽ മനസ്സിലായിരുന്നു? വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് നിങ്ങൾക്ക് ഞാൻ ജനറൽ സ്ട്രക്ചർ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇത് പ്രോഗ്രാമിന്റെ ഇതിന് ഹെഡർ ഫയൽ എന്നാണ് പറയുന്നത്. വെച്ചാൽ എല്ലാ പ്രോഗ്രാമും നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ വെച്ചാൽ ഇപ്പം ഈ പ്രിന്റ്എഫും സ്കാൻഎഫും അതൊക്കെ എല്ലാ പ്രോഗ്രാമിനും അത്യാവശ്യം ആവശ്യം വരുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതും പിന്നെ സാധിച്ച ബേസിക് ഫങ്ഷൻസും അതെല്ലാം ഈ stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിനകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പം എല്ലാ പ്രോഗ്രാമിങ്ങിലും ഒരു ഹാഷിംഗ് stdio.h കാണും. പിന്നെ ഒരു മെയിൻ ഫംഗ്ഷൻ, ആ മെയിൻ ആണ് ഏറ്റവും അധികം റൺ ചെയ്യുന്നത്. കമ്പൈലർ നോക്കി മെയിലിൽ നിന്ന് അടിയിലേക്ക് വരുമെന്ന് ഞാൻ മുമ്പേ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞായിരുന്നു. മെയിലേക്ക് അടിയിൽ വരും, പക്ഷെ അത് കമ്പൈലിങ്ങിലാണ്. റൺ ചെയ്യുന്ന സമയത്ത് ആദ്യം മെയിൻ ഫംഗ്ഷൻ ആണ് റൺ ചെയ്യുന്നത്. അപ്പം മെയിനിലേക്ക് എത്തിയിട്ടാണ് മെയിനെയാണ് പിന്നെ ബാക്കിയെല്ലാം ഇതിനെ വിളിക്കുന്നത്. ബാക്കി എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് വിളിക്കുന്നത്. അപ്പോഴത്തേക്കും മെയിൻ മാത്രം റൺ ചെയ്ത്
മെയിൻ്റെ റിട്ടേൺ സീറോ എപ്പോൾ തീരുന്നോ അപ്പൊ പ്രോഗ്രാം ടെർമിനേറ്റ് ആവും. ബാക്കി എന്തുണ്ടെങ്കിലും അത് നോക്കത്തില്ല. ഇവിടെ മെയിൻ്റെ അകത്ത് എപ്പോൾ റിട്ടേൺ സീറോ നിൽക്കുന്നോ, റിട്ടേൺ സീറോ അല്ലെങ്കിൽ ഏത് വാല്യൂ വേണം റിട്ടേൺ ചെയ്യാം, അപ്പോഴത്തേക്കും ഇതാവും. പക്ഷെ സീറോ അല്ലാണ്ട് വേറെ ഏതെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യണമെങ്കിൽ അത് എറർ ആണെന്നാണ്. അപ്പം റിട്ടേൺ സീറോ വന്നാൽ സക്സസ്ഫുള്ളി പ്രോഗ്രാം റൺ ചെയ്തു എന്നാണ് കാണിക്കുന്നത്. ഈ സ്ട്രിങ് മറ്റേ അറേന്റെ നമ്പർ എന്തിനാ കൊടുക്കണേ? സ്ട്രിങ് അറേയുടെ നമ്പർ തന്നെ കൊടുക്കുന്നതെന്നോ? നമ്പർ ആ സ്ക്വയർ ബ്രാക്കറ്റിൽ എന്തിനാണ് നമ്പർ കൊടുക്കണേ? ആ സ്ട്രിങ്ങിന് അത് വേണമെന്നില്ല, ഞാൻ ചുമ്മാ അത് കൊടുക്കുന്നേ ഉള്ളൂ. ഇപ്പം അതെന്നാന്ന് വെച്ചാൽ ഇതിപ്പം കറക്റ്റ് ഇത് തന്നെ എടുക്കും. ഇപ്പം സ്ട്രിങ് വൺ ഇത് കൊടുത്ത് ഇപ്പം ഇത് കൊടുത്തിട്ടില്ലല്ലോ, പക്ഷെ പ്രോഗ്രാം റൺ ആവുന്നുണ്ട് കുഴപ്പമില്ലാണ്ട്. ഇവിടെ എന്നാ പ്രശ്നം എന്ന് പറഞ്ഞാൽ str1 സൈസ് കമ്പൈലർ ഡിസൈഡ് ചെയ്യും. അത് ഇപ്പൊ str2 നോക്കാം, ചെയ്യില്ലല്ലോ. വെച്ചാൽ 5 ലെറ്റർ 6 കാരണം സ്പേസും കൂടെ ഉണ്ട് ഇതിന് ശേഷം 6 എണ്ണം വരും. അപ്പത്തേക്ക് അത് കറക്റ്റ് 6 ഡിസൈഡ് ചെയ്യും. അതും പിന്നെ ഒരു നൾ ക്യാരക്ടർ ഉണ്ട്. അപ്പം ടോട്ടൽ ഇതിന്റെ സൈസ് 7 ആയിരിക്കും. പക്ഷേ നമുക്ക് അതിന്റെ ശേഷം വേറെ എന്തെങ്കിലും ഇച്ചിരി വലിയ ഇത് സ്റ്റോർ ചെയ്യണമെങ്കിലോ, ഇപ്പം ഹലോ ആൽവിൻ വെച്ചാൽ ഹലോ സി പ്രോഗ്രാമോ അങ്ങനെ എന്തെങ്കിലും സ്റ്റോർ ചെയ്യണമെങ്കിൽ പറ്റത്തില്ല, കാരണം സൈസിന്റെ പുറത്താവും. അതുകൊണ്ട് അപ്പൊ എറർ വരും. പക്ഷെ എറർ വരത്തില്ല, റണ്ണ് നേരെ ആകത്തില്ല. അപ്പൊ നമ്മള് ഈ സ്ട്രിങ് ഒരു അറേയാണ് സ്റ്റോർ ചെയ്യല്? അതെ, സ്ട്രിങ് സിക്കകത്ത് ഒരു അറയാണ്. കാരണം സ്ട്രിങ്ങിന് വേറെ സിക്കകത്ത് അത്ര ഇതില്ല. C++ വരുമ്പോഴത്തേക്കും വ്യത്യാസമുണ്ട്. സ്ട്രിങ്ങിന് വേറെ ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എക്സ്ട്രാ കൊടുക്കണ്ടല്ലേ ഈ നമ്പർ, എക്സ്ട്രാ സ്പേസ്? ഇതിപ്പോ നമ്മൾ ഇത് തന്നെയാണെന്ന് ഉറപ്പാണ്. ഇതിന്റെ വാല്യൂ മാറാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ സൈസുള്ള സ്ട്രിങ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൊടുക്കണ്ട. ഇത് ഈ മറ്റേ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചിലപ്പോൾ നമ്പർ ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലേ ആഡ് ചെയ്യണമെങ്കിലൊക്കെ? അതെ, കാറ്റനേഷൻ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പൊ അതിനേക്കാളും കൂടുതൽ സൈസ് വേണമല്ലോ, അപ്പത്തേക്ക് എക്സ്ട്രാ വാല്യൂസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ ക്ലാസ് ജനറൽ ആയിട്ട് തീർന്നു. പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ നമ്മള് ഇഫ് ഒക്കെ ഉപയോഗിക്കാറില്ലേ, ഇഫ് കണ്ടീഷൻസ്. അപ്പം ഇഫിന്റെ അകത്ത് ഇത് എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് 1 ആണെങ്കിൽ ഇത് റൺ ആവും. 1 അല്ല ഏത് വാല്യൂ ആണെങ്കിലും ഇത് വർക്കാവും. 0 ആണെങ്കിൽ മാത്രം ഇത് നോക്കത്തില്ല. അതാണ് ട്രൂവും ഫോൾസ് എന്ന് പറയുന്നത്. സിക്കകത്ത് ട്രൂ ഫോൾസ് ബൂലിയൻ അത് ഇല്ല, അതിന് വരെ 0യും 1ഉം ആണ്. 0യും ഏത് പോസിറ്റീവോ നെഗറ്റീവോ ഇൻഡിക്കേറ്റർസും അത് വന്നാലും കുഴപ്പമില്ല. 0 ആണെങ്കിൽ ഇത് റൺ ആകത്തില്ല. അപ്പം നിങ്ങൾ ഈ സെക്കൻഡ് ഇപ്പൊ ഇൻഡ് a ഈക്വൽ ടു 5, ഇൻഡ് b ഈക്വൽ ടു 4. ഇപ്പം ഇഫ് a ഈക്വൽ ടു b എന്നൊക്കെ കൊടുക്കാറില്ലേ? ഈ 2 ഈക്വൽ ടു കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഒരു സാധനം റിട്ടേൺ ചെയ്യും. അത് ഇതിപ്പോ ഈക്വൽ ആണെങ്കിൽ 1 എന്ന് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 എന്ന് റിട്ടേൺ ചെയ്യും. അങ്ങനെയാ, അതാണ് ഇത് വർക്ക് ആവുന്നത്. അപ്പത്തേക്ക് ഇവിടെ ഇപ്പം ഇതും ഈക്വൽ അല്ലാത്തതുകൊണ്ട് ഇത് വർക്ക് ആകത്തില്ല. ഇതിപ്പം രണ്ടും 5 തന്നെ ആയിരുന്നെങ്കിൽ ഇത് 1 റിട്ടേൺ ചെയ്യും. അപ്പൊ ഇഫിന്റെ അകത്തേക്ക് 1 കിട്ടും. 1 കിട്ടുമ്പോഴാണ് ഇത് ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ വൈൽ ലൂപ്പിന്റെ അകത്തും അങ്ങനെ തന്നെയാണ്, മറ്റേ ട്രൂ കണ്ടീഷൻ നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതൊക്കെ ഇച്ചിരി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. വേറെ ഇന്നത്തെ ടോപ്പിക്കിൽ ഡൗട്ട് വല്ലതും ഉണ്ടോ? അതോ ജനറൽ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?